ഹായ്, നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു. അപ്പോൾ അതിന്റെ കുറച്ചും കൂടി കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്, അതോടെ ചെയ്യാം. അതിപ്പോൾ തുടക്കക്കാരായാലും നേരത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് കിട്ടിയവരാണെങ്കിൽ പോലും ഇതിന് ഞാൻ രണ്ട് രീതിയിൽ പഠിപ്പിക്കും. ഒന്ന് ഒരു സാധാ മെത്തേഡിലും പിന്നെ ഒരു എളുപ്പ വഴിയിലും. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ട് രീതിയിലുള്ളവർക്കും അത് ഗുണം ചെയ്യുന്നേ വിചാരിക്കുന്നു. നമുക്ക് നോക്കാം എന്തായിരുന്നു ഫസ്റ്റ് ക്വസ്റ്റ്യൻ. റാം സോൾഡ് എ കൗ ഫോർ ₹13600 and thus lost 15%. At what price he should have sold it a gain of 15%? എന്താണ് ക്വസ്റ്റ്യൻ പറയുന്നത്? റാം ഒരു കൗവിനെ വിറ്റു. വിറ്റപ്പോൾ എത്ര രൂപ കിട്ടിയേക്ക്? ഒരു 13,600 രൂപ കിട്ടി. 13,600 രൂപയ്ക്കാണ് അയാൾ വിറ്റത്. നമുക്ക് അന്നേരം ആദ്യം നമുക്ക് മനസ്സിലാവും. സാധാ മെത്തേഡ് ഞാൻ പറയാം, അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവും. എന്നിട്ട് ഇത് എളുപ്പവഴി ഒറ്റ സെക്കൻഡ് ചെയ്യാം. അത് എളുപ്പവഴി ഞാൻ പിന്നെ പഠിപ്പിക്കാം. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലാവും. ഈ ഒരു കൗവിന്റെ സെല്ലിംഗ് പ്രൈസ് നമുക്ക് തുടക്കത്തിൽ തന്നിട്ടുണ്ട് 13,600 രൂപയാണ് ഇതിന്റെ സെല്ലിംഗ് പ്രൈസ്, അല്ലേ? 13,600 രൂപയാണ് സെല്ലിംഗ് പ്രൈസ്. ഇനി പറയുന്നു, ഈ സെല്ലിംഗ് പ്രൈസ് കിട്ടിയത് എപ്പോഴാണ്? ഏതോ ഒരു കോസ്റ്റ് പ്രൈസിന്മേൽ അയാൾക്ക് എന്ത് സംഭവിച്ചു? ഒരു ലോസ് സംഭവിച്ചു. എത്ര പെർസെന്റേജ് ലോസ്? 15% ലോസ്. ഈ 15% ആരുടെയാ? ഏതോ ഒരു CPയുടെ ലോസ് പെർസെന്റേജ് ആണ് 15%. അങ്ങനെ വിറ്റപ്പോൾ അയാൾക്ക് 13,600 രൂപയ്ക്ക് വിൽക്കാൻ പറ്റും. സ്വാഭാവികമായിട്ടും നമുക്ക് സെല്ലിംഗ് പ്രൈസും ലോസ് പെർസെന്റേജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാം. സ്വാഭാവികമായിട്ടും നമ്മൾ അതായിരിക്കും നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. സെല്ലിംഗ് പ്രൈസും ലോസ് പെർസെന്റേജ് ആണെങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? CP കണ്ടുപിടിക്കാം. എങ്കിൽ എങ്ങനെയാ CP കണ്ടുപിടിക്കുന്നത്? നമുക്കറിയാം 100 SP, 100 into സെല്ലിംഗ് പ്രൈസ് 13600. 100 SP ഡിവൈഡ് ബൈ ലോസ് ആയതുകൊണ്ട് 100 മൈനസ് ലോസ് പെർസെന്റേജ് 85. ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് എന്ത് കിട്ടും? CP കിട്ടും. എത്ര കിട്ടും CP നോക്കാം. എത്ര? 85 100 മട്ടാം എത്ര കിട്ടും? 20 times 17 times 17 136 വെട്ടി എത്ര കിട്ടും? 8 times. അപ്പൊ എത്ര കിട്ടും? 800 into 2 20. 800 into 20 എത്ര കിട്ടും? 1600. ഒരു സീറോയും കൂടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഒരു സീറോയും കൂടെ ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 16,000 രൂപ വിലയുള്ള ഒരു കൗ ആയിരുന്നു. അയാൾ അതിനെ വിറ്റ് എത്ര രൂപയ്ക്കാ? 13,600 രൂപയ്ക്കാ. എങ്ങനെയായിരുന്നു വിറ്റത്? ഈ 16,000 രൂപയുടെ കൗവിനെ 15%, ഈ 16,000ന്റെ 15% ലോസിൽ വിറ്റപ്പോഴാണ് എന്ത് സംഭവിച്ചത്? 13,600 രൂപ കിട്ടിയത്. എങ്കിൽ ഇനി കണ്ടുപിടിക്കേണ്ട എന്താ? അറ്റ് വാട്ട് പ്രൈസ് ഹി ഷുഡ് ഹാവ് സോൾഡ് ടു ഗെയിൻ 15%. എന്തായിരുന്നോ CP, അതിന്റെ 15% ആണ് അയാൾക്ക് പ്രോഫിറ്റ് കിട്ടേണ്ടതെങ്കിൽ അയാൾക്ക് എത്ര രൂപയ്ക്ക് വിൽക്കണമായിരുന്നു എന്നല്ല ചോദ്യം. നമുക്ക് ആൾറെഡി കോസ്റ്റ് പ്രൈസിന്റെ 15% ലോസിലാണ് ഞാൻ വിറ്റത്. ആര് വിറ്റത്? റാം വിറ്റത്. പക്ഷെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയല്ല, എന്താ വേണ്ടത് അയാൾക്ക്? അയാൾക്ക് പ്രോഫിറ്റ് ആണ് വേണ്ടത്. എത്ര പ്രോഫിറ്റ് വേണം? 15% പ്രോഫിറ്റ് വേണം. അങ്ങനെ പ്രോഫിറ്റിൽ വിറ്റാൽ അയാൾ എത്ര രൂപയ്ക്കായിരിക്കും വിൽക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ത് തന്നെയാ? സെല്ലിംഗ് പ്രൈസ് തന്നെയാ. നമുക്ക് തന്നിരിക്കുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് ആണ്. എന്ന് വെച്ചാൽ ആ ക്വസ്റ്റ്യൻ മനസ്സിലാക്കേണ്ടത് എന്താ? ഏതോ ഒരു വിലയ്ക്ക് വിറ്റപ്പോൾ എത്രയോ നഷ്ടം സംഭവിച്ചു. എങ്കിൽ ഏത് വിലയ്ക്ക് വിറ്റാൽ ഇത്ര ലാഭം കിട്ടും എന്നാണ് ക്വസ്റ്റ്യൻ. എങ്കിൽ നമുക്ക് കണ്ടുപിടിക്കപ്പെടേണ്ട സെല്ലിംഗ് പ്രൈസ് എത്രയാന്ന് നോക്കാം. നമുക്ക് സെല്ലിംഗ് പ്രൈസിന്റെ ഇക്വേഷൻ, സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ എന്തൊക്കെ വേണം? CP വേണം, പ്രോഫിറ്റ് ഓർ ലോസ് പെർസെന്റേജ് വേണം. നമുക്ക് രണ്ടും ഉണ്ട്. എങ്കിൽ എങ്ങനെയാ സെല്ലിംഗ് പ്രൈസ് എന്ന് വെച്ചാൽ എത്ര? CP 16,000. എത്രയാണോ CP ഇൻറ്റു 100 പ്ലസ് പ്രോഫിറ്റ് പെർസെന്റേജ് ബൈ 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സെല്ലിംഗ് പ്രൈസ് കിട്ടും. ഇതിന്റെ ഇക്വേഷനൊക്കെ ഞാൻ മുമ്പ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മെത്തേഡിലൊന്നും ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഈ ബേസിക് മെത്തേഡ് തുടക്കത്തിൽ നിന്ന് പറയുന്നേ ഉള്ളൂ. സോൾവ് ചെയ്ത് എത്ര കിട്ടും നോക്കാം. എത്ര കിട്ടും? 160 into 150. 160 into 150 എത്ര കിട്ടും? 160 into 150 എങ്ങനെ ചെയ്യുന്നത്? നമുക്ക് എളുപ്പവഴി അറിയാം. 115 into 160, അതായത് 16 into 10 ചെയ്താൽ മതി. അപ്പൊ ആ 0 നമുക്ക് ആദ്യം എഴുതാം. ബാക്കി പിന്നെ എത്രയുണ്ട്? 5 into 6 30 ഉണ്ട്, 0 റിമൈൻഡർ ബാക്കി 3 ഉണ്ട്. ആ 3 ഓർത്ത് വെച്ചേക്കാം. പിന്നെ 1 into 6 6, 1 into 5 5, 5 plus 6 എത്ര കിട്ടും? 11 കിട്ടും. റിമൈൻഡർ 3 14 കിട്ടും. റിമൈൻഡർ 1. വീണ്ടും ഈ 6നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 6 into 1 6, 1 into 1 1, 6 plus 1 7 plus റിമൈൻഡർ 1 8 കിട്ടി. ലാസ്റ്റ് 1 into 1 എത്ര കിട്ടും? 1 കിട്ടും. 18400 കിട്ടും. അപ്പൊ നമുക്ക് എത്ര കിട്ടി? സെല്ലിംഗ് പ്രൈസ് 18400. അതായിരിക്കും നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ ഓപ്ഷൻ എത്രയാ? 18400. അതായിരിക്കും നമ്മുടെ ആൻസർ. ഇതാണ് നമ്മൾ സാധാരണ ചെയ്യുന്നതെന്നല്ല, സാധാരണ നമുക്ക് മനസ്സിലാവുന്ന ഒരു മെത്തേഡ്. പക്ഷേ ഈ മെത്തേഡിലല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്? എക്സാമിന് ചെയ്യേണ്ടത്. എക്സാമിന് ചെയ്യാൻ വളരെ സിമ്പിളായിട്ടൊരു മെത്തേഡ് ഉണ്ട്. നിങ്ങളത് ഒന്നുകിൽ ബൈഹാർട്ട് ചെയ്ത് പഠിക്കുകയോ അല്ലെങ്കിൽ ഇത് അറിയാവുന്നവർ ആ മെത്തേഡ് ചെയ്യുക. എന്തായാലും നിങ്ങൾ എക്സാമിന് വേണ്ടി പഠിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? ഈ മെത്തേഡ് ചെയ്യരുത്. കാരണം ഇത്ര സമയം നമുക്ക് നഷ്ടമാണ്. അതെങ്ങനെയാണെന്നുള്ള കാര്യം ഞാനിത് വായിച്ചിട്ടെന്ന് പറയാം. അതായത്
നമുക്കിപ്പോൾ ആൾറെഡി എന്ത് തന്നിട്ടുണ്ട്, ഒരു സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. ഇത് കുറച്ച് മനസ്സിലാവാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമുക്ക് ആൾറെഡി ഒരു സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 13600, അല്ലെങ്കിൽ ആൾറെഡി നമുക്കൊരു സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ഒരു ലോസ് പ്രൈസ് തന്നിട്ടുണ്ട്, ലോസ്റ്റ് പ്രൈസ്, അതായത് നമുക്ക് നഷ്ടപ്പെടുന്ന പൈസ എന്ന് വെച്ചാൽ ഏതോ ഒരു സി പിയിൽ നിന്നും എത്രയോ പെർസെന്റേജ്, എത്ര പെർസെന്റേജാ, 15% കുറയ്ക്കുന്നത്, സി പിയിൽ നിന്ന് 15% കുറയ്ക്കുന്നത് ആണെന്ത്, ഈ സെല്ലിംഗ് പ്രൈസ്. നിങ്ങൾക്ക് അങ്ങനെ മനസ്സിലാക്കാമോ? ആക്ച്വലി എൻ്റെ കയ്യിൽ എത്ര സി പി ഉണ്ടായിരുന്നു, സി പി എത്ര പെർസെന്റേജാ, 100% ഉണ്ടായിരുന്നു. അതിൽ ആ സി പിയിൽ നിന്നും അതിന്റെ തന്നെ 15% കുറച്ചപ്പോഴാണ് എനിക്ക് എന്ത് കിട്ടിയത്, ഈ ഫസ്റ്റ് സെല്ലിംഗ് പ്രൈസ് കിട്ടിയത്, അതായത് 13,600 രൂപ കിട്ടിയത്. എങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് സി പി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, സി പി എന്ന് വെച്ചാൽ സി പിയുടെ 100% എന്ത് ചെയ്താൽ മതി, ഇത് നേരെ തിരിച്ചിട്ടാൽ മതി. എന്താണ് ഈ പറയുന്ന സി പി ഇൻറ്റു 15/100 എന്നുള്ളതിനെ ഇവിടെ തിരിച്ചിട്ടാൽ മതി. അത് എത്ര കിട്ടും നോക്കാം. എത്ര കിട്ടും, ഇൻറ്റു 100 സി പി ഇൻറ്റു എത്രയായിരുന്നു, 85 അല്ലേ, 100 - 85. സി പി എഴുതണ്ട, നമുക്ക് സി പി അല്ല ആവശ്യം, സി പിന്റെ 85%. അപ്പൊ നമുക്ക് എത്ര കിട്ടി, നമുക്ക് കോസ്റ്റ് പ്രൈസ് കിട്ടി. ഇനി നമുക്ക് ഈ സി പി അല്ല വേണ്ടത്, നമുക്ക് വേണ്ട എന്താ, സെല്ലിംഗ് പ്രൈസാണ്. സെല്ലിംഗ് പ്രൈസ് കിട്ടാൻ എന്താണോ സി പി അതിന്റെ കൂടെ എന്ത് ചെയ്താൽ മതി, പ്രോഫിറ്റ് പെർസെന്റേജ് കൂട്ടിയാൽ മതി. ഇത് എത്രയായിരുന്നു, സി പിന്റെ 15% അധികം. എത്രയാണോ സി പി അതിന്റെ തന്നെ 15% അധികം എന്ന് വെച്ചാൽ എത്രയാ, അതിന്റെ 115% എടുത്താൽ മതി. നമുക്ക് എന്ത് കിട്ടും, റിക്വയർഡ് സെല്ലിംഗ് പ്രൈസ് കിട്ടും. നമുക്ക് എന്ത് കിട്ടും, എന്താണോ നമുക്ക് വേണ്ടത് ആ സെല്ലിംഗ് പ്രൈസ് കിട്ടും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പ് എന്ത് ചെയ്യാം, ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കാം. അത് എങ്ങനെയായിരുന്നു ഒന്നും കൂടി പറയാം എന്താണെന്ന്. ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ എന്തിനാണ് തരുന്നത്. അപ്പൊ സി പിയിലാണ് തരുന്നെങ്കിൽ സി പി എസ് പിയിലേക്ക് മാറ്റുക, എസ് പിയിലാണ് തരുന്നെങ്കിൽ അതനുസരിച്ച് കൺവേർട്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സെല്ലിംഗ് പ്രൈസിലാണ്. എന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു, 13600 ആയിരുന്നു എന്റെ എന്ത് സെല്ലിംഗ് പ്രൈസ്. എന്നിട്ട് പറയുന്നു 15% ലോസ്റ്റ് ആയി പോയെന്ന്. അപ്പൊ ലോസ് ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇൻറ്റു 85/100 നല്ല എഴുതണ്ടേ, ഏതോ ഒരു സി പിന്റെ 85/100 ആണ് എന്ത്, ഈ 13600. എങ്കിൽ അതെടുക്കുമ്പോൾ എന്ത് വരും, സി പി ഈക്വൽ ടു എത്രയാ, 100/85. ആ ഫസ്റ്റ് സ്റ്റെപ്പ് ശ്രദ്ധിക്കുക, ഏതോ ഒരു സി പിന്റെ 85/100 ആണെന്ത് ഈ വാല്യൂ. എങ്കിൽ ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, സി പി ഈക്വൽ ടു ആ 85/100 നേരെ അപ്പുറത്തേക്ക് പോകുന്നു, 100/85 ആവുന്നു. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, സി പി കിട്ടി. ഈ സി പി എന്ത് ചെയ്യണം, നമുക്ക് സെല്ലിംഗ് പ്രൈസ്, റിക്വയർഡ് സെല്ലിംഗ് പ്രൈസ് ആക്കണമെങ്കിൽ എന്താണോ എന്റെ സി പി അതിന്റെ 15% അധികം എനിക്ക് കിട്ടണം. അതിന്റെ 15% എത്ര, 115/100. അപ്പൊ ഈ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ഇങ്ങനെ 2-3 രീതി പറയുന്നത്, ഈ ഒരു ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. നോക്കിയേ, 100 ക്യാൻസൽ ആയി പോകും, 85 115 ക്യാൻസൽ ആയി പോകും. എത്ര കിട്ടും, 17 കിട്ടും. ഇവിടെ 115 വെച്ച് എത്രയാ, 23 കിട്ടും. ഇനി 17 136 ക്യാൻസൽ ആയി പോകും. എത്ര കിട്ടും, 80 കിട്ടും. 800 × 23, 800 × 23 എന്ന് പറയുന്നത് എത്ര തന്നെ കിട്ടും, 18400 തന്നെ കിട്ടും. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും എളുപ്പത്തിൽ നമുക്ക് എന്ത് കിട്ടും, ഈ ഒരു ആൻസറിലേക്ക് എത്താൻ പറ്റും. അപ്പം ഇത്ര എളുപ്പമാണ് എന്ത്, ഈ ഒരു ക്വസ്റ്റ്യൻ. ഇത് ഇങ്ങനെ മനസ്സിലായെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലായിട്ടില്ലാത്തവർക്ക് വേണ്ടി കുറച്ചും കൂടി എളുപ്പത്തിൽ ബൈ ഹാർട്ട് പഠിക്കുന്നവർക്ക് വേണ്ടി ഞാൻ ഇതേ കാര്യം തന്നെ വേറൊരു രീതിയിലൂടെ പറഞ്ഞുതരാം. അതായത് സി പി എസ് പിയിലേക്ക് ആക്കണം അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട. നമുക്ക് ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സെല്ലിംഗ് പ്രൈസ് ആദ്യം എഴുതുക. സെല്ലിംഗ് പ്രൈസ് എത്രയായിരുന്നു, 13600. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, പ്രോഫിറ്റ് പെർസെന്റേജിലെ കണ്ടുപിടിക്കാം. നമുക്ക് തന്നേക്കുന്നത് എന്താ, 15% പ്രോഫിറ്റ് ഉള്ളപ്പോഴുള്ള വാല്യൂയിലെ കണ്ടുപിടിക്കാനുള്ളത്. എങ്കിൽ അതങ്ങ് എഴുതുക. എത്രയാണോ പ്രോഫിറ്റ് കണ്ടുപിടിക്കാനുള്ളത് അതങ്ങ് എഴുതുക. 15% പ്രോഫിറ്റിലല്ലേ കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ എന്തെടുക്കുക, 100 + പ്രോഫിറ്റ് പെർസെന്റേജ്. ഇത് കാണാതെ പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഇവിടെ എത്ര ലോസ് വന്നു നോക്കാം. ആദ്യത്തെ കേസിൽ ലോസ് വന്നത് എത്രയാ, 15% അല്ലേ. എങ്കിൽ അതിനെ നേരെ തലരിച്ചും കഴിയാൽ മതി. എത്രയായിരുന്നു, 15% 85/100 എഴുതണ്ട, പക്ഷേ അതിന് തലരിച്ചും എഴുതണം, 100/85. ഇങ്ങനെ കാണാൻ പഠിച്ചാലും മതി. എന്ത് ചെയ്യാം, ഇതേ ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടും, നേരത്തെ കിട്ടിക്കഴിഞ്ഞാൽ 18400. നേരത്തെ ഈ സ്റ്റെപ്പ് തന്നെ ഞാൻ ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെ അങ്ങ് ചിന്തിച്ചാലും മതി. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് 10 സെക്കൻഡ് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലേക്ക് എത്താൻ പറ്റും. ജസ്റ്റ് ഒന്ന് വെട്ടിക്കളഞ്ഞ് ചെയ്താൽ എന്ത് കിട്ടും, ആൻസർ കിട്ടും. സി പി എത്ര, എസ് പി എത്രയാണെന്ന് പോലും ആലോചിക്കേണ്ട, അത്ര എളുപ്പത്തിൽ കിട്ടും. അപ്പൊ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ബൈ ഹാർട്ടാക്കി പഠിച്ചേക്കാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ തരാം, അപ്പൊ നിങ്ങൾക്കൊന്ന് തറവാകും. ഇത് മനസ്സിലായവർ അടുത്ത ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ അതും എന്ത് ചെയ്യാം, ഇതേപോലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം.